ദോ ദീവാനെ സെഹർമേ. എനിക്ക് ഈ സിനിമയുടെ ടൈറ്റിൽ കണ്ടപ്പോൾ ഇതെന്താ ഇങ്ങനെ, സെഹർ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻറ്റ് മീനിങ് ആണല്ലോ, ഇതെന്താ ഇങ്ങനെ വന്നിരിക്കുന്നതെന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയുടെ നായകൻ ശശാങ്ക് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിക്ക് ഷ എന്ന് പറയുന്ന അക്ഷരം ഉച്ചരിക്കാൻ പറ്റില്ല, പുള്ളി അതിന് പകരം സായാണ് പറയുന്നത്. അപ്പോൾ ദോ ദീവാനെ ഷെഹർമേ എന്നുള്ളത് സെഹർമേ എന്നായി. അതാണ് ഈ സിനിമയുടെ ടൈറ്റിലായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു നായകന് ഷ എന്നുള്ളത് ഉച്ചരിക്കാൻ പറ്റാതെ സ എന്ന് ഉച്ചരിക്കുന്നത് ഒരു വലിയ പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയെ സംബന്ധിച്ച് അതൊരു വലിയ പ്രശ്നമാണ്. അതാണ് ഇവർ 2.25 മണിക്കൂർ ഒരു സിനിമയാക്കി നമുക്ക് ബോറടിപ്പിച്ച് പറയുന്നത്. ഫോർ മീ എനിക്ക് വളരെ ടയറിങ് ആയിട്ടുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. എപ്പോഴാണ് ഈ പടം ഒന്ന് തീർന്ന് കിട്ടുക എന്ന് ഞാൻ സമയം നോക്കി കണ്ട ഒരു പടമാണിത്. പക്ഷേ ഇഷ്ടപ്പെടാത്ത സിനിമയാണെന്നുണ്ടെങ്കിലും ഈ സിനിമയിൽ പോസിറ്റീവായിട്ടുള്ള ചില സംഗതികളുണ്ട്. ഞാൻ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പറയാം. ഈ സിനിമയുടെ കളർ ടോൺസ്, അതായത് ഈ സിനിമയിൽ വരുന്ന നായകൻ 2 ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ലീഡ് പേഴ്സ് ഈ പടത്തിലുണ്ട്. സിദ്ധാന്ത് ചതുർവേദി സൂപ്പറാണ് പുള്ളി, പിന്നെ മൃണാൾ താക്കൂർ. ഇവരുടെ കോസ്റ്റ്യൂം സെലക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഈ ഫ്രെയിമിൽ ഏതൊക്കെ കളേഴ്സ് വരണം, ഈ ഒരു മൊത്തത്തിൽ എൻ്റെ സിനിമാറ്റോഗ്രാഫി, ഓരോ ഫ്രെയിംസ് ഒക്കെ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. നമ്മൾ കൊറിയൻ ഡ്രാമകളിലൊക്കെ കാണില്ലേ ഇങ്ങനെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫ്രെയിംസ്, അട്രാക്റ്റീവ് ആയിട്ടുള്ള ലീഡ് പേഴ്സ്, ഇവരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രീനിൽ നമുക്ക് മടുപ്പുണ്ടാക്കുന്നില്ല. പിന്നെ മടുപ്പുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് ആണ്. അതായത് നായകന് ഒരു പ്രശ്നമുണ്ട്, നായികക്കും ഒരു പ്രശ്നമുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു കോർപ്പറേറ്റ് കൾച്ചറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു കൊളോണിയൽ ഹാങ് ഓവർ ഉള്ള കോർപ്പറേറ്റ് ഇപ്പോൾ ഒരുപാടുണ്ട്. പക്ഷെ അവരെല്ലാം ഇപ്പോൾ മാറി വരികയാണ്. കാരണം ഇപ്പോൾ ഇങ്ങനെ താടി വെക്കുന്നത് ഇപ്പോൾ ഒരു പ്രശ്നമല്ല പല കോർപ്പറേറ്റിനും. ഡീസൻ്റ് ആയിട്ടുള്ള ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രസ് കോഡ് എന്നുള്ള സാധനം, എക്സിക്യൂട്ടീവ് പാൻറ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഷർട്ട്, ആ രീതിയിലുള്ള സംഭവങ്ങളൊന്നുമില്ല. നമുക്ക് ജീൻസോ ടീഷർട്ടോ ഇട്ട് ഡീസൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ടുകൊണ്ട് നമുക്ക് വർക്കിന് പോകാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു രീതിയിലേക്ക് മാറി വരാത്ത ഒരു ഓഫീസായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ നായകനുള്ളത്. കാരണം നമുക്ക് നമ്മുടെ സ്പീച്ചിൽ അതൊരു പ്രസൻറ്റേഷൻ ചെയ്യേണ്ട ഒരാളാണ്. ഒരു മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന നായകന് പ്രസൻറ്റേഷൻ ചെയ്യാനാണ് പേടി. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു 10-20 മിനിറ്റിൽ തന്നെ ഈ കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. നായികയുടെ പ്രശ്നം എന്താണെന്നുള്ളത് ഏകദേശം ഇൻ്റർവെല്ലൊക്കെ ആകുമ്പോഴേക്കായിരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ ഈ 2 കാര്യങ്ങൾ ഒരു വലിയ പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ, ഇപ്പോഴത്തെ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ നോക്കുന്ന രീതിയിൽ അതൊരു വലിയ പ്രശ്നമല്ല. നായകൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ നായകൻ്റെ ആ ഒരു പ്രശ്നം, പുള്ളിക്കാരൻ അതിന് ആ ഒരു മെൻ്റലി പ്രിപ്പയർ ആവണമല്ലോ. ആ മെൻ്റലി പ്രിപ്പയർ ആവാൻ വേണ്ടി വരുന്ന ആ ഒരു സമയമാണ് ഇതിൻ്റെ 2.25 മണിക്കൂർ. നായകൻ്റെ ഈ പ്രശ്നം ഉണ്ടല്ലോ, നായകൻ്റെ ഈ പ്രശ്നം സിനിമ കാണുന്ന നമ്മളുമായി എത്രത്തോളം കണക്റ്റ് ആവുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ സിനിമ നിങ്ങൾക്ക് വർക്ക് ആകുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം നായകൻ്റെ ഈ പ്രശ്നം, അതിനകത്ത് പുള്ളിക്കാരൻ അത് എടുക്കുന്ന കുറച്ച് തീരുമാനങ്ങൾ തുടങ്ങിയ എല്ലാം ക്ലൈമാക്സ് ആയിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം തന്നെ കുറച്ച് നേരത്തെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പടമേ തീരും. ആ രീതിയിലാണ് വരുന്നത്. കാരണം ഇതിൻ്റെ കോൺഫ്ലിക്റ്റ് അത്ര സ്ട്രോങ് അല്ല. ഇനി നായികയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മൃണാൾ താക്കൂർ ഭയങ്കര കട്ടി ഫ്രെയിമൊക്കെ ഉള്ള കണ്ണടയൊക്കെ വെച്ചിട്ടാണ് ഈ പടത്തിൽ വരുന്നത്. ആ കണ്ണട വെക്കുന്നതിന് ഒരു റീസൺ ഉണ്ട്, അത് കുറച്ച് കഴിയുമ്പോഴാണ് റിവീൽ ആവുന്നത്. അപ്പോൾ ഈ ഒരു നായികയുടെ ഒരു ക്യാരക്ടർ അവർ പറഞ്ഞിരിക്കുന്ന നായിക കുറച്ച് അത്യാവശ്യം ബോൾഡായിട്ടുള്ള, കുറച്ച് നല്ല രീതിയിൽ മോഡേൺ ആയിട്ടൊക്കെ ചിന്തിക്കുന്ന ഒരു നായികയാണ്. അപ്പോൾ നായിക എടുക്കുന്ന ക്ലൈമാക്സിൻ്റെ ടുവാർഡ് ദ ക്ലൈമാക്സ് എടുക്കുന്ന ആ ഒരു ഡിസിഷൻ, ആ ഡിസിഷൻ എന്തുകൊണ്ട് എടുത്തു എന്നുള്ളൊരു കാര്യമുണ്ട്. ആ ഒരു കാര്യം അവിടെ ഒരു ജസ്റ്റിഫൈഡ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു സംഭവം എടുക്കാനായിട്ടാണോ നമ്മൾ ഇത്ര നേരം ഇരുത്തി വെറുപ്പിച്ചത് എന്നുള്ളൊരു ഫീലാണ്. കാരണം ഇവരുടെ പ്രശ്നം പറഞ്ഞതിന് ശേഷം പിന്നീട് ക്ലൈമാക്സ്, ഇതിനിടയിൽ വരുന്ന ഇവരുടെ ലവ് ട്രാക്ക് ഉണ്ട്. ഈ ലവ് ട്രാക്കിൻ്റെ ഇടയിൽ വരുന്ന പ്രശ്നങ്ങൾ, ഇവർ തമ്മിലിപ്പോൾ നമുക്ക് രണ്ടുപേരും അകന്നു, ഒരു ചെറിയ പ്രശ്നം വന്നിട്ട് രണ്ടുപേരും സെപ്പറേറ്റഡ് ആയി. അപ്പോൾ ഇവർ ഒന്നിക്കണമെന്ന് നമുക്ക് തോന്നണ്ടേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇമോഷണലായിട്ട് ഇവർക്ക് ഒരു കണക്ഷൻ തോന്നണ്ടേ, അതൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒന്നാമത് നായകൻ്റെ മെയിൻ കോൺഫ്ലിക്റ്റ് നമുക്ക് കണക്റ്റ് ആവുന്നില്ല. അതിൻ്റെ കൂടെയാണ് ഈ ഇവരുടെ പ്രണയം, ആ പ്രണയത്തിനിടയിൽ വരുന്ന പ്രശ്നം, ഇത് സംഭവങ്ങളൊന്നും കണക്റ്റ് ആവാത്ത പോകുന്ന ഒരു ഫീലായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിധി കഴിഞ്ഞപ്പോഴേക്കും ഈ പടം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അവസാനിച്ചാൽ മതിയെന്നായിരുന്നു. കാരണം A to Z ഈ പടത്തിലുള്ള നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. വളരെ വളരെ ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമയിലുള്ളത്. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ് വരുന്നത്. ഇന്നത്തെ സൊസൈറ്റിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് അത് അഡ്രസ്സ് ചെയ്ത് ആ കാര്യം ബാക്കിയുള്ളവരെ അറിയിച്ച് നമ്മളുടെ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഈസി ആണെന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാം. അങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഒരു പ്രശ്നമാക്കി എടുത്ത് സിനിമ എടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ലല്ലോ. പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ആ പടത്തിന് വേണ്ടി 2.25 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. അതാണ് ടാസ്ക്. ആ ടാസ്കിന് നിങ്ങൾക്ക് വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൃണാൾ താക്കൂറിൻ്റെയോ സിദ്ധാന്ത് ചതുർവേദിയുടെ ഒക്കെ ഫാൻ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലുള്ള ചീസി സില്ലി റൊമാൻറ്റിക് ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സിനിമയാണ് ദോ ദീവാനെ ഷെഹർ മേ.